സമഗ്രാധിപത്യമാണ്, UDFന്റെ സമഗ്രാധിപത്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം ഇപ്പോൾ കാണുന്നത്. ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ UDF നേടുന്ന ഏറ്റവും ഉജ്ജ്വലമായ വിജയമായി ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. കോർപ്പറേഷൻ ആകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എന്തിന് ഗ്രാമപഞ്ചായത്തിൽ പോലും ഒരു സമഗ്രാധിപത്യം UDF നേടിയിരിക്കുന്നു. ഒരു പക്ഷേ UDF ഇതുവരെ നേടാത്ത സമഗ്രമായ അത്യുജ്വലമായ ഒരു വിജയത്തിലേക്കാണ് ഇപ്പോൾ UDF പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 14-ൽ 8 സീറ്റിലും UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ്. അതിൽ ആ തിരിച്ചടികളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനാണ്. LDF 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷനിൽ BJP 2-ാം സ്ഥാനത്ത് വരിക എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി എഫക്ട് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ജിൻസേ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. SNDPക്കും വെള്ളാപ്പള്ളി നടേശനും ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം. അവിടെയുള്ള കൊല്ലം കോർപ്പറേഷനിൽ LDF 3-ാം സ്ഥാനത്തേക്ക് പോകുകയും NDA 2-ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം മറുപടി പറയേണ്ടി വരും. വെള്ളാപ്പള്ളി എടുത്തുകൊണ്ടിരുന്ന പണി ആർക്കു വേണ്ടിയായിരുന്നുവെന്ന് കൊല്ലം പറഞ്ഞു തരുന്നുണ്ട്. കൊല്ലത്ത് 2-ാം സ്ഥാനത്ത് വരുന്നത് BJP ആണെന്ന കാഴ്ച കാണുന്നുണ്ടോ? ഒന്നാമത് UDF ആണ്. വെള്ളാപ്പള്ളി പണിയെടുത്തുകൊണ്ടിരുന്നത്, വെള്ളാപ്പള്ളി വിദ്വേഷം പറഞ്ഞുകൊണ്ടിരുന്നത് മകന്റെ രാഷ്ട്രീയ കേന്ദ്രത്തിന് വാഴ്ച ഉണ്ടാക്കാനാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയത്തിന് പ്രചാര വഴി ഉണ്ടാക്കാനല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. നിഷ്കളങ്കരെ നിങ്ങൾ. മനസ്സിലായ ആൾക്കാർ വേറെയുണ്ട്, പക്ഷെ നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവ് സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് അല്ല. വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകൾ വെള്ളാപ്പള്ളിയുടെ മകന്റെ രാഷ്ട്രീയ ധാരയ്ക്ക് കേരളത്തിൽ വഴിവെട്ടാനാണ്. അത് കൊല്ലം കാട്ടിത്തരുകയാണ്. പ്രധാനപ്പെട്ട വാർത്ത, പാലക്കാട്ട് ഏറെ നേരം പിന്നിലായിരുന്ന BJP ഇതാ മുന്നിലേക്ക് വന്നിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ NDAയുടെ മുന്നേറ്റം എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനം. സാജിദ് അജ്മൽ ചേരുന്നു. NDA ഇപ്പോൾ 22 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാജിദ്, എന്താണ് പുതിയ വിവരങ്ങൾ? നിലവിൽ 22 വാർഡിലാണ് BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വിജയിച്ച് കഴിഞ്ഞത് 18 വാർഡിലാണ് UDF വിജയിച്ചത്. ഇനി 6 വാർഡുകളാണ് എണ്ണാനുള്ളത്. ഇതിൽ കേവല ഭൂരിപക്ഷം എന്നത് 27 സീറ്റാണ്. ഇനി 5 സീറ്റുകൾ കൂടി ലഭിച്ചാൽ BJP ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തും. അതിൽ ഒരു 3 സീറ്റ് BJPയുടെ ഉറച്ച കോട്ടകളാണ്. ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടിപ്പുറത്ത് BJP നിൽക്കാം. ഒരുപക്ഷെ കൃത്യം 27 സീറ്റിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. UDFും ആത്മവിശ്വാസം പുലർത്തുന്ന ഈ വാർഡുകൾ ഉണ്ട്. ഇതിൽ എന്ത് സംഭവിക്കാം? ഒരുപക്ഷെ ഈ BJPക്ക് ആദ്യ തവണ ഭരിച്ച പോലെ ഈ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയ്ക്ക് ഈ ഭരണം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യം കൊണ്ടുപോകുന്നത്. ശരി. എന്തായാലും പാലക്കാട്ടേക്ക്, കൊല്ലത്തേക്ക് വീണ്ടും ലിജോ റോളൻസ്. ലിജോ, 2-ാമത് BJP അവിടെ. അതെ, കൊല്ലം കോർപ്പറേഷനിൽ 2-ാം സ്ഥാനത്താണ് NDA ഉള്ളത്. അതായത് 9 സീറ്റുകളിലാണ് NDA ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആകെ ഫലം അറിഞ്ഞിരിക്കുന്നത് 56-ൽ 34 മാത്രമാണ്. അവിടെ 9 NDA വിജയിച്ചിരിക്കുന്നു. നിലവിൽ അവർക്ക് 6 സീറ്റുകൾ, 6 കൗൺസിലർമാരുണ്ട്. 3 കൂടിയിട്ടുണ്ട്. അതും മാത്രമല്ല 10 കണക്കും 15 വരെ എത്തുമെന്നുള്ളതാണ് അവർ ഇപ്പോഴും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും ലീഡ് ചെയ്യുന്നത് UDF നില മെച്ചപ്പെടുത്തുക എന്ന് മാത്രമല്ല ഒരു വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. 16 കൗൺസിലർമാരാണ്. ഈ കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായ ആദ്യ തവണ മാത്രമായിരുന്നു സമാസമം LDFും UDFും വന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് കൊല്ലം കോർപ്പറേഷനിൽ ആദ്യമായി LDF ഭരണം പിടിക്കുന്നത്. പിന്നെ അങ്ങോട്ട് അത് LDFന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടതായി ഇപ്പോൾ UDFന്റെ ഒരു മുന്നേറ്റം. ശരി, കൊല്ലം കോർപ്പറേഷനിലെ BJPയുടെ മുന്നേറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. ഒരുപക്ഷെ SNDP യോഗത്തിന് വെള്ളാപ്പള്ളിക്കൊക്കെ വലിയ തോതിലുള്ള സ്വീകാര്യതയും പിൻബലവുമുള്ള ഒരു നാട്ടിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലമായിട്ടുള്ള അത് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്നുകൂടി കാണുക. ചിന്തിക്കുന്നവർക്ക് സകലതിലും ദൃഷ്ടാന്തമുണ്ട് എന്നേ പറയാനുള്ളൂ. വയനാട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു ഫൈസൽ. വയനാട്ടിലെ അവസാനത്തെ സ്ഥിതി എന്താണ്? UDF കൊടുങ്കാറ്റ് എന്ന് തന്നെ വേണം പറയാൻ. സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് UDF മുന്നേറുകയാണ്. 23 പഞ്ചായത്തുകളിൽ 18 പഞ്ചായത്തുകളും UDF കൈയടക്കി. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDFിനൊപ്പം, 3 മുനിസിപ്പാലിറ്റികളിൽ 2 മുനിസിപ്പാലിറ്റികളും UDFിനൊപ്പമാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 17 ഡിവിഷനുകളാണുള്ളത്. 15 ഡിവിഷനിലും UDF സർവാധിപത്യം പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റ് എടുത്തു
പറയേണ്ട 2 പഞ്ചായത്തുകളുടെ കണക്കുണ്ട്. മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത്, വൈത്തിരി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി UDF കൈയടക്കി വെച്ചിരുന്ന മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് LDF പിടിച്ചടക്കിയിരിക്കുന്നു. സർവാധിപത്യമാണ് LDF അവിടെ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, വൈത്തിരി ഗ്രാമപഞ്ചായത്ത് LDFന്റെ ഒരു ഇടത് കോട്ടയായിരുന്നു. ഈ ഇടത് കോട്ട പൊളിച്ചുകൊണ്ട് അവിടെ UDF അധികാരത്തിലെത്തിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുനെല്ലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. തിരുനെല്ലി ഇടത് കോട്ടയായിരുന്നു. അവിടെ പ്രതിപക്ഷമില്ലാതെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ NDA അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.